കോലാപ്പൂരെത്തി കഴിക്കാനായിട്ട് കയറിയതാണ്. നമ്മൾ സാധാ ദോശയാണ് പറഞ്ഞത്. ഇതുകൊണ്ട് നല്ല രസമുണ്ട്. തൊപ്പി പോലെ തന്നെ നല്ല ക്രിസ്പിയാണ് ദോശ അല്ലേ ചേ? അതുകൊണ്ട് അമ്മ വാങ്ങിച്ചു തരാം. ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ചട്നിയുണ്ട്, സാമ്പാറും ഉണ്ട് അതിൻ്റെ കൂടെ. എങ്ങനെയുണ്ട് ആദ്യം കഴിക്കാൻ തുടങ്ങിയോ? കഴിച്ച് കഴിച്ചു നോക്കിയോ? നല്ലതാണോ? ഇപ്പം നമ്മൾ കോലാപ്പൂരെത്തി. കോലാപ്പൂർ കണ്ടോ? ആദി കോലാപ്പൂർ പാലസ്, ന്യൂ പാലസ്. അതാരാ അവിടെ ഇരിക്കുന്നത്? അത് കുതിരപ്പുറത്ത്. ഇതിൽ റൗണ്ട് ചെയ്ത് ആ റൗണ്ടാന ചുറ്റിയ കണ്ടോ? അവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതാരാ? താരാറാണി താരാറാണി ഏതോ രാജ്ഞിയ അല്ലേ? നമ്മളങ്ങനെ പാലസിന്റെ അവിടെ എത്തിയേക്കാം. കോലാപ്പൂർ ന്യൂ പാലസ് അല്ലേ? കോലാപ്പൂർ ന്യൂ പാലസ്. വണ്ടി ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. ഇതാണ് കേട്ടോ മഹാരാഷ്ട്രയിലെ ചരിത്രം ഉറങ്ങുന്ന ന്യൂ കോലാപ്പൂർ പാലസ്. ഈ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ നല്ല മനോഹരമായ ഒരു പൂന്തോട്ടവും ഉണ്ട്. പിന്നെ ഒരു മൃഗശാലയുണ്ട്. തിങ്കളാഴ്ച ദിവസം കൊട്ടാരത്തിന് അവധിയാണ്. ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും തിങ്കളാഴ്ച ദിവസം അവധിയാണ്. നമ്മൾ അകത്ത് കയറി കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി. അകത്ത് ഫോട്ടോയോ വീഡിയോയോ ഒന്നും അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാഞ്ഞതകത്തെ. ശരിക്കും നമ്മൾ ഈ പാലസൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഇതിനകത്തെ കാഴ്ചകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കും. ഇതിൻ്റെ ദർബാർ ഹാള് കാണാൻ നല്ല ഭംഗിയാണ്. ഉയരമുള്ള മേൽക്കൂരയും വലിയ തൂണുകളും മനോഹരമായ പെയിൻറ്റിങ്ങുകളും എല്ലാം ഉണ്ട്. പിന്നെ രാജാക്കന്മാരുടെ സിംഹാസനവും പഴയകാലത്തെ ആഡംബര വിളക്കുകളും എല്ലാം. പണ്ടുകാലത്തെ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വൈവിധ്യമാർന്ന ആയുധങ്ങൾ, അതായത് വടിവാളുകൾ, പരിചകൾ, തോക്കുകൾ, കടാരകൾ എല്ലാം ഉണ്ട്. ഇതിൽ ചക്രവർത്തി ശിവാജിയുടെ വംശപാരമ്പര്യവുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിശയിപ്പിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ പഴയകാലത്തെ രാജാക്കന്മാർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെയെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടുവകളും സിംഹങ്ങളും പുലികളും കാട്ടുപോത്തുകളും എല്ലാം കണ്ടാൽ നമുക്ക് ജീവനുള്ളതാണെന്ന് തോന്നും. അതുപോലെ ഇരിക്കുന്നത്. അവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവരുടെ തലപ്പാവുകൾ, സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും എല്ലാം ഉണ്ട്. അന്നത്തെ രാജാക്കന്മാരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ഇത്. പിന്നെ രാജാക്കന്മാരുടെ ഓയിൽ പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്. രാജാക്കന്മാർ വിദേശയാത്ര ചെയ്തത് കുറിച്ചുള്ള പഴയ ഫോട്ടോകൾ എല്ലാം ഉണ്ട്. അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റാഞ്ഞതാണ് ആകെ ഒരു നഷ്ടം. അങ്ങനെ ഞങ്ങൾ പാലസ് കണ്ടിറങ്ങി. ഇനി അടുത്ത സ്ഥലത്തേക്കും അടുത്ത കാഴ്ചയ്ക്കായി പോകുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 10:30 നമ്മൾ ന്യൂ പാലസ് കണ്ടിട്ട് ഇറങ്ങി. കോലാപ്പൂരിലെ നമ്മളിപ്പോൾ ഉള്ളത് കോലാപ്പൂരിലെ പാട്ടീൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോലാപ്പൂരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതേ ഞങ്ങൾ 1:45 സമയം കഴിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ ഫുഡ് വരുന്നിടം വരെ ചിലരൊക്കെ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണ്. നമ്മൾ വെളിയിൽ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കടയായിരുന്നു. അവിടെ നമ്മൾ ചെറിയൊരു കടയുണ്ടോ, വിശാലമായ ഒരു ഷോറൂമാണ്. എന്നാ വലുതാന്ന് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കാം. അങ്ങനെ ഞങ്ങളൊരു പപ്പടം പറഞ്ഞതാണ്. താലി മീൽസിൻ്റെ കൂടെ പപ്പടം പറഞ്ഞതാണ്. പക്ഷെ പപ്പടം ആദ്യം വന്നു. പപ്പടം എന്താ മസാല പപ്പടമാണെന്ന് തോന്നുന്നു. മുളക് പൊടിയും പിന്നെ
എന്താ മിക്സർ പോലൊരു സാധനവും തക്കാളിയും അല്ലേ, തക്കാളിയും സവോളയും മല്ലിയിലയൊക്കെ ഇട്ടത് അല്ലേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടതങ്ങ് ഉണ്ടാ കേട്ടോ. ഇത് ചോറ് വരുമ്പോഴത്തേക്കും പപ്പടം കാണുകയില്ല. അപ്പോൾ ഇതേ നമ്മുടെ മീൽസ് വന്നു. 2 റൊട്ടിയുണ്ട്, പിന്നെ റൈസുണ്ട്, തൈര്, പിന്നെ സാമ്പാർ, എന്തോ ഒരു കറി, ഗ്രീൻ പീസ് കറി, സവോള, അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് നിലക്കടല പൊടിച്ചതാ കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? ആണോ? തൽക്കാലം അതങ്ങ് കഴിച്ചാൽ മതി അല്ലേ? സാറ് സമയം 2:20 അല്ലേ? നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. അടുത്ത ടോൾ പ്ലാസ ഏതാ? എന്ന് കിണി പത്ഖർ നാക്കായോ? ഈ സ്ഥലത്തിന്റെ പേരാണോ അതോ അല്ലേ? ദൈവമേ, ഹിന്ദി വായിച്ച് വല്ലവരും നമ്മളെ ചീത്ത പറയാതിരുന്നാ മതി. കിനി ടോൾ പ്ലാസ കേട്ടോ. कितना है? कितना? कितना? 7 का 100 का 2 एक बस. हाँ 60 का 100 का 2 चाहिए जाली. അടിപൊളി പേരക്ക കട്ട് ചെയ്ത് കിട്ടിയത്. കിനിയല്ല, കിനി ടോൾ പ്ലാസ. കിനി ടോൾ പ്ലാസയിന്നാ കിട്ടിയത്. കണ്ടോ? അതെ, കിനി. നല്ല മുളകൊക്കെ ഇട്ട് കിട്ടിയത്. തരാലോ. പേരക്ക എങ്ങനെയുണ്ട്? ഇന്നലെ അബദ്ധം പറ്റിയല്ലേ? ഗോവയിൽ ഒരു പേരക്ക മേടിച്ചു അല്ലെ? ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു പേരക്ക വാങ്ങിച്ചു. സെയിം ഇത് തന്നെ. ഞങ്ങൾ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ ഒരാള് പറഞ്ഞു, ഈ പേരക്ക അഴുക്കാ, കഴിക്കണ്ട കളഞ്ഞോളാന്ന് പറഞ്ഞു. എന്നിട്ട് വേണ്ടേ ഇപ്പൊ വേണ്ട കഴിക്കുന്നു. അപ്പഴാ മനസ്സിലായത് പേരക്കയുടെ സ്റ്റൈലേ ഇതായിരുന്നു എന്നുള്ളത് അല്ലേ? ഇഷ്ടപ്പെട്ടോ? മഹാരാഷ്ട്രയിലെ KSRTC ബസ്സാന്ന് തോന്നുന്നു അല്ലേ? കളർ കണ്ടോ? റെഡ്. നമ്മുടെ അവിടത്തെ പോലെ നേരത്തെ അല്ലേ? നമ്മളിപ്പോ ഇവിടുന്ന് പോകുന്നത് ഖാസ് പത്തർ അല്ലേ? ഖാസ് പത്തർ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാനാണ്. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അതവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പം കാണിക്കാം അല്ലേ എന്നതാണെന്നുള്ളത്. ഇതാണ് തോന്നുന്നു സത്ര എന്ന് പറയുന്ന സ്ഥലം. കരാട്ട് സത്ര എന്നാ എഴുതിയേക്കുന്നത് അവിടെ. കരാട്ടായിരിക്കും അല്ലേ? സത്യത്തെ സ്ഥലത്തിന്റെയൊക്കെ പേര് വായിച്ചെടുക്കണമെങ്കിൽ അല്ലേ? മലയാളം ചുമ്മാ വായിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഹിന്ദി സ്ഥിരപ്പെടണം. കണ്ടോ? നമ്മുടെ അവിടെ ഇങ്ങനെയല്ല അല്ലേ? കരാട് അല്ലേ? ഈ മേൽപ്പാലം കണ്ടോ? ഭയങ്കര വലുപ്പമല്ലേ? കണ്ടോ? അതിന്റെ ഡിസൈനും നമ്മുടെ അങ്ങോട്ടുള്ളതിനെക്കാട്ടിലും വ്യത്യാസമാണ് അല്ലേ? നീണ്ടു നിവർന്ന് കിടക്കുവാന്ന് തോന്നുന്നു. പിന്നെ കോൺക്രീറ്റും കമ്പി സിമെന്റും മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ? അതുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ എല്ലാം ഉണ്ട്. ആ അമ്പലത്തിലേക്ക് പോകുന്നത് ഏത് അമ്പലത്തിലോട്ടാണോ എന്തോ? തൊട്ടടുത്ത് കാണുവായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു അല്ലേ? ട്രാക്ടർ.
എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര? 78 അല്ലേ? സത്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്രാമങ്ങളല്ലേ? ആടുകളൊക്കെ. അതെ, സത്ര ഡിസ്ട്രിക്റ്റ്. ഇവിടുത്തെ ചൂട് എത്രയാന്ന് അറിയാമോ? 43 ഡിഗ്രിയാ. കണ്ടോ? 43 ഡിഗ്രിയാ കാണിക്കുന്നത്. നല്ല ചൂടാ. ചൂടൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ലെന്ന് വെച്ചാ പോകുന്നതല്ലേ. ആ വീട് കണ്ടോ? കല്ലും കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ടോ? അതെ, ഷോർട്ട് വഴിയാ നമ്മളെ. ഈ വഴി തന്നെ ഇങ്ങനെ പൊങ്ങി താന്നു കിടക്കുന്നത്. ചാടി പോകുന്ന പോലെ ഉണ്ടല്ലോ. ശരിക്കും കുതിരവണ്ടി പോകുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. എന്തോ ഒരു കമ്പനിയാ. ശരിക്കും ഗ്രാമമാണല്ലേ. ഇവിടെ ഗ്യാസിനോ ക്ഷാമൊന്നുമില്ല. നേരെ ഗ്യാസ് കുറ്റിയൊക്കെ വെളിയിലുണ്ട് അല്ലേ. മഴ പെയ്യുമോ? കണ്ടോ, മൂടലുണ്ട്. പെട്ടെന്നാണ് അല്ലേ. 38 ഡിഗ്രി ആയി. അത് ശരിയാ, അതിനെ അറിയത്തില്ല. ഇവിടെയും കണ്ടോ മറ്റേ ഇതാ വെട്ടുകല്ല് കൊണ്ടുള്ള വീട്. ധന്യവാദ്. ഓക്കെ, ആയിക്കോട്ടെ. എങ്ങോട്ടാ? രാജ്യ വിദ്യുത പരേഷ കമ്പനി വഴി എങ്ങോട്ടാ? എന്നാ വലിയ മലയാളം. സ്ഥലത്തിന്റെ ഇത് മാറിയതല്ലേ. ശരിയാ, നമ്മൾ ഏറ്റവും കൂടുതൽ വന്ന വഴിക്ക് കണ്ടത് ബാറുകളാ അല്ലേ. അത് പക്ഷെ ഗോവയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ മുളകാണോ? മുളക് നല്ല രസമുണ്ടല്ലേ. ചെറിയൊരു മഴയും അല്ലേ. നമ്മളിപ്പോൾ കാസ്പത്ര കാണാൻ വന്നിട്ട് അതവിടെ ഇല്ലായിരുന്നു. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അതറിയപ്പെടുന്നത്. അത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ച സ്ഥലമാണ്. അത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പൂക്കളാണ്. മഴക്കാലത്താണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും പൂക്കളെല്ലാം ഉണങ്ങിപ്പോയി. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. തൽക്കാലം തന്നെ ഈ കാണുന്ന കാഴ്ച കണ്ടെന്ന് നമ്മൾ തിരിച്ചു പോവുക. നമ്മളങ്ങനെ തടാകം കണ്ട് തൽക്കാലം തിരിച്ചു പോകുന്നു. ഇനി അടുത്ത മഴക്കാലത്ത് വല്ലതും വന്നാൽ കാണാം. കാസ്പത്തറിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ വൈകിട്ട് കഴിക്കാൻ കയറിയതാണ് ഹൈവേയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ. കേർഡ് റൈസും പിന്നെ വെജ് ഫ്രൈഡ് റൈസും അല്ലേ. അതുപോലെ ഇഷ്ടപ്പെട്ട കേർഡ് റൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഈ കാണുന്ന ഒരു ടണലാണ്.
ഇന്നലെ ലേറ്റായപ്പോൾ അമ്പലത്തിക്കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല മഞ്ഞുണ്ട് ഇവിടെ എല്ലാം, നല്ല മഞ്ഞ. നല്ല തണുപ്പുണ്ട്. 20 ഡിഗ്രി അല്ലേ? 20 ഡിഗ്രി തണുപ്പാ. 20 ഡിഗ്രി മുഴുവൻ മഞ്ഞാണ്ടോ. ശർക്കര, ആ കരിമ്പ് കരിമ്പ് ശർക്കര ഉണ്ടാക്കുന്നതാണ്ടോ. അതല്ലതാ വണ്ടി കൊണ്ടുപോകല്ലേ. നമ്മളിപ്പോ പോകുന്നത് ശനിവാർ വാദ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാലസ് പോലത്തെ അല്ലേ, അത് കാണാൻ വേണ്ടിട്ടാ പോകുന്നത്. സ്ഥലത്തിന്റെ പേര് വറുവെന്നാണ്. വറുവെന്നാ സ്ഥലത്തിന്റെ പേര്. അത് കണ്ടോ, കൊള്ളാലോ. അമ്പലം കണ്ടോ, ശ്രീ മന്ദിർ പൂനെ. പൂനെയുടെ ഭാഗങ്ങളാ അല്ലേ? കണ്ടോ ആദ്യേ? അതിമോള് കാണുന്നുണ്ടോ? വെൽക്കം ടു PS ടോൾ റോഡ് അല്ലേ, ഖേഡ് ശിവപൂർ ടോൾ പ്ലാസ. ഖേഡ് ശിവപൂർ ടോളുകൾക്ക് കുറവൊന്നുമില്ലല്ലേ. അങ്ങോട്ടെല്ലാം ഫുള്ള് മഞ്ഞ കേട്ടോ. മഞ്ഞ അങ്ങോട്ടല്ല. അങ്ങോട്ട് പോകുന്നവർക്ക് വേറെ ടോളാണോ? ചായ കുടിക്കാമായിരുന്നു. അപ്പൊ ഞങ്ങളൊന്ന് ചായ കുടിക്കാന്ന് കരുതി. അതെ, ചായയും ബണ്ണും കഴിക്കാം. ചായയും ബണ്ണും. ഈ തരുന്നത് ബണ്ണിൽ നല്ല ഒറിജിനൽ ബട്ടർ തേച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ബണ്ണും മേടിച്ച് ചായയും മേടിച്ചു കേട്ടോ. ഫ്ലാസ്കിൽ ചായയും മേടിച്ചു. 5 ബണ്ണും 3 ചായയും കൂടി ആയപ്പോഴത്തേക്കും 340 രൂപയായി. അതുകൊണ്ടല്ലേ എല്ലാം വഴിയിൽ കാണുന്ന അമ്പലങ്ങളൊക്കെ നല്ല ഭംഗിയാ അല്ലേ ചേച്ചാ? നല്ല രസമാണ്, നല്ല ഗോപുരങ്ങളും ഒക്കെ. ഇത് കത്രാജ് എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ ചേ? ഇവിടെ ഒരു ടണലുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ടണൽ. ആ അത് ശരിയാ. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്നാന്നല്ലേ, ചെല്ലുമ്പോ അറിയാം. അത് നോക്കിക്കേ, മലയുടെ മുകളിൽ കണ്ടോ? കണ്ടോ എന്താ സംഭവം? വല്ല റിസോർട്ടുകള് പോലത്തല്ലോ ആണ്. വഴിയെല്ലാം നല്ല അടിപൊളി വഴികളാണ്. അതെ അതെ, അതും അത്രയും ഗ്രാമപ്രദേശമായിട്ടല്ലേ റോഡ് മുഴുവൻ. ആ ഇതാ കത്രാജ് ടണൽ, ന്യൂ കത്രാജ് ടണൽ. ആ നമ്മളിപ്പോ ഇത് എത്രാമത്തെ ടണലില്ല അത് കയറുന്നേ? 3ാമത്തെ ടണൽ അല്ലേ? 3 കഴിഞ്ഞ് 3ാമത്തെ ടണലാ. അതിമോളെ പേടിയുണ്ടോ? അത് നമുക്ക് ടണലിൽ കയറുമ്പോ ചെറിയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കാണിക്കാറുണ്ട്, അത് പോയതായിരിക്കും. എന്റെ അമ്മ ഇത് സമ്രാട്ട് ചന്ദ്രഗുപ്ത മൗര്യ ഇന്റർനാഷണൽ സ്കൂള്, മൗര്യ. ഇവിടെ അങ്ങനെ അവധി അങ്ങനെയൊന്നുമില്ല. കുതിരയുടെ പുറത്ത് പോകുന്ന പോലെ തന്നെ ഉണ്ടല്ലേ? ശരിയാ, ആകെ മൊത്തം ഒരു കുലുക്കുക. ഇതൊന്നാമത് ഇങ്ങനത്തെ വഴിയല്ലേ. അതാ മുംബൈ ഹിഞ്ചാതി പൂനെ 19 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. 19 കിലോമീറ്റർ ഉള്ളൂ. അതെ, പൂനെക്ക് എത്തുന്നതിന് മുന്നേയുള്ള സ്ഥലങ്ങളാണ്. ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ടേ. ചാടിയല്ലേ ചെണ്ട കൊട്ടുന്നത് പോലെ ഉണ്ട്. അയ്യോ, ഒന്നാമത് അതിന്റെ അതിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സൗണ്ടും അല്ലേ. 40 കിലോമീറ്റർ സ്പീഡേ പറ്റുള്ളൂ കേട്ടോ ഇവിടെ. എന്തായാലും ഇതിലെ പോവുകയാണെങ്കിൽ ആൾക്കാർ വണ്ടി ഓടിക്കാൻ പഠിക്കുമല്ലേ. സ്ലോ ചെയ്ത് കഴിഞ്ഞു തോന്നല്ലേ. നല്ല കാര്യമാണ്, ആക്സിഡന്റ് ഒന്നും ഉണ്ടാവുകയല്ലോ. ഇവിടെ മുഴുവനും ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. പനവേൽ മുംബൈ. ഇവിടുന്ന് ലെഫ്റ്റോ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതല്ലേ ചേ, ഇത് ബ്രെഡ് ബട്ടർ വെച്ച് തന്നത് അല്ലേ. ബട്ടർ തേച്ച് തന്നത് ഇവിടെ അതിമോളും ആദിപ്പിനും കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ ചായയും ഫ്ലാസ്കിൽ വാങ്ങി, ആ ചായയും കുടിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നമ്മളങ്ങനെ അവിടെ എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമ്മൾ വണ്ടി എവിടെ ഇട്ടിട്ട് കുറച്ച് നടന്ന് പോകാനുണ്ട്, അങ്ങോട്ട് പോവാം. വലിയ കയറ്റമാണ് കേട്ടോ നടന്നു പോകുന്നത്.